ചെങ്കോട്ട സ്ഫോടനത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷം സുരക്ഷാ വീഴ്ചയുൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം രംഗത്തെത്തിയത്. സുരക്ഷാ വീഴ്ചയ്ക്ക് ഉത്തരവാദികളായവർ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ ആവശ്യപ്പെട്ടു. കൃത്യമായ അന്വേഷണം വേണമെന്ന് രാഹുൽ ഗാന്ധിയും ഡൽഹിയുടെ സുരക്ഷയിൽ വിട്ടുവീഴ്ച അനുവദിക്കാനാവില്ലെന്ന് അരവിന്ദ് കെജ്രിവാളും പറഞ്ഞു. മുഴുസമയവും സുരക്ഷാ വലയത്തിലുള്ള ചെങ്കോട്ടയുടെ മുന്നിൽ എങ്ങനെ രാജ്യത്തെ നടുക്കിയ സ്ഫോടനമുണ്ടായെന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. ഭീകരവാദികൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമ്പോൾ ഇത്തരം അപകടങ്ങൾ മുൻകൂട്ടി കാണാൻ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് കഴിയാതിരുന്നത് എന്തുകൊണ്ടെന്ന ചോദ്യവും പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. സംഭവത്തിൽ സത്യസന്ധമായും ആഴത്തിലുള്ള അന്വേഷണം നടത്തണമെന്നും അന്വേഷണത്തിലൂടെ ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകാൻ കേന്ദ്രത്തിന് സാധിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ദുഃഖത്തിൽ പങ്കുചേരുന്നതായും പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ എക്സിൽ കുറിച്ചു. സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും കഴിവുകെട്ട ആഭ്യന്തരമന്ത്രിയായിരിക്കും അമിത്ഷാ എന്ന് കർണാടക മന്ത്രി പ്രിയങ്ക ഖാർഗെ പറഞ്ഞു. സർക്കാരിന്റെ പരാജയമാണിതെന്നും ആഭ്യന്തരമന്ത്രി ഇന്നലെ തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലായിരുന്നുവെന്നും UP കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായ് പറഞ്ഞു. RJD നേതാവ് തേജസ്വി യാദവ്, അഖിലേഷ് യാദവ്, അസദുദ്ദീൻ ഒവൈസി തുടങ്ങിയവരും കൃത്യമായ അന്വേഷണം ആവശ്യപ്പെട്ടു. അടുത്ത മാസം ആരംഭിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ വിഷയം ഉയർത്താനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. തൗഫീഖ് അസ്ലം, മീഡിയ 1, ഡൽഹി.